ഞാനല്ല പുറകെ പോയത്, ബിൻസിയാണ് എന്റെ പുറകെ വന്നത്. ഞങ്ങളും അക്ബറും ഞാനും ഒക്കെ ഇത് സംസാരിക്കും. ഈ ശൈത്യ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ശൈത്യ ഔട്ടായപ്പോൾ ഇവര് ചെയ്തു. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ ത്രിബിൾ കട്ടപ്പാസ്. ഇവിടെ ഞങ്ങൾക്കിനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് വിഷയമല്ല, അനുമോള് കപ്പടിക്കരുത്. അപ്പൊ അനീഷും അവിടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് അനുമോളെ സപ്പോർട്ട് ചെയ്തത്. ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മളെല്ലാവരും പ്രൊമോയിൽ കണ്ടതാണ്. അനുമോളെ എല്ലാവരും കൂടി ചേർന്ന് കോർണർ ചെയ്യുന്നത്. അതെന്തായാലും ലൈവിലും എപ്പിസോഡിലും എല്ലാം വന്നു കഴിഞ്ഞു. ഒരു അവസരം കിട്ടിയപ്പോൾ അനുമോളെ കോർണർ ചെയ്യാമെന്ന് കരുതി അപ്പാനിയും അതുപോലെ തന്നെ ബിൻസിയും, ഈ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടല്ലോ പണ്ട്, അതുപോലെ തന്നെത്താനെ വെളുപ്പിക്കാൻ, ഞങ്ങൾ തന്നെ വെളുപ്പിച്ചോളാം, വേറെ ഒരു തെണ്ടിയുടെയും കാര്യം ഇല്ല എന്ന് നമ്മളൊക്കെ പറയുന്നത് നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെത്താൻ വെളുക്കാൻ നോക്കിയതാണ്, പാണ്ടായി പോയി, അത്രേ ഉള്ളൂ, വേറൊന്നുമല്ല. ആ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങൾ എല്ലാവരും ഒരു വീഡിയോ വെളിയിൽ വന്നിട്ടുണ്ട്. ശൈത്യയാണ് ഈ വിഷയങ്ങളെല്ലാം. ശൈത്യ, രേണുസുതി, ശാരിക, ഷാനവാസ്, ആദില നൂറ, ഇവരെല്ലാം ആ വീട്ടിൽ സംസാരിച്ച കാര്യമാണ് ഇത്. അനുമോൾക്ക് മുന്നേ അവിടെ ഈ വിഷയം സംസാരിച്ച ആളാണ് ശൈത്യ. ആ വീഡിയോയിൽ നമ്മൾ കണ്ടത് ഇത് ആദ്യമേ അവിടെ സംസാരിച്ച് ക്ലൂ ഇട്ട് കൊടുക്കുന്നത് തന്നെ ശൈത്യയാണ്. പക്ഷേ ഈ ബിൻസി ഇതൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ പറയുന്ന ഹൗസിനകത്തേക്ക് വന്നിരിക്കുന്നത്. ഇനി അതിലെന്തെങ്കിലും റിയൽ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. ശരിയല്ല, ഇത്രയും ദിവസം ആകെ വന്നിട്ട് ഇത്ര ദിവസമേ അവിടെ നിന്നുള്ളൂ. അതിനുശേഷം വെളിയിൽ വന്നിട്ട് വേറെ ജോലിയൊന്നും വേറെ ഇതൊന്നും ഇല്ലല്ലോ. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് വലിയ തിരക്കായിരുന്നു, ഞങ്ങൾ ഫാൻസുകാരുടെ ഇടയിലായിരുന്നു, ഞങ്ങൾക്ക് ജീവിതമൊക്കെ അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. നമ്മളാരും കണ്ടില്ല. പിന്നെ ഇവര് കുറച്ചു പേര് ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടൂർ നടക്കുന്നത് കണ്ടായിരുന്നു, കുറെ വാഴകളുമായിട്ട്. കഴിഞ്ഞ പഴയ സീസണുകളിലൊക്കെ പുറത്തായ കുറെ വാഴകൾ, ആ വാഴകളുടെ കൂടെ ഈ വാഴകൾ, അങ്ങനെ ടൂറൊക്കെ പോകുന്നതുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇത്രയും ദിവസമായിട്ടും ആരും പറഞ്ഞു കൊടുത്തിട്ടുമില്ല, ബിൻസി കണ്ടിട്ടുമില്ല കേട്ടോ, ശൈത്യയാണ് ഇത് ചെയ്തത് എന്നുള്ളത്. അത് വിശ്വസിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. മറ്റൊന്നുമല്ല, ഇതെല്ലാം ഇവർക്കെല്ലാം അറിയാം. എനിക്ക് മനസ്സിലാകുന്നത് ഇത് ഇവർക്കെല്ലാം അറിയാം. പക്ഷെ അനുമോള് കപ്പടിക്കരുത്. മോൻ ചത്താലും കുഴപ്പമില്ല, മരുമോളെ കണ്ണീര് കാണണം എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ടല്ലോ, അതുപോലാണ് ഇവിടെ ഞങ്ങൾക്കിനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് വിഷയമല്ല, അനുമോള് കപ്പടിക്കരുത്. ഇവരുടെ എല്ലാം മനസ്സിലിരിപ്പ് ഇത് തന്നെയാണ്. അത് തന്നെയാണ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ ബിൻസി ഇതൊന്നും അറിയാതെയാണ് കയറി വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോൾ കണ്ടു കാണത്തില്ല, ഇനി വരുമ്പോൾ ശരിക്കും കാണാം. അതുപോലെ തന്നെ പല വീഡിയോസും ഇനി വെളിയിലോട്ട് വരും. അപ്പം അതെല്ലാം ബിൻസിക്ക് ഇനി ഇത് കാണാം. ഇവരെല്ലാം പുറത്തായി കഴിഞ്ഞിട്ട് പോലും ഇതൊന്നും അധികം ആരും ചർച്ചയാക്കാൻ നിൽക്കാത്ത കാര്യങ്ങളാണ്. ആരും ഇതൊന്നും ചർച്ചയ്ക്ക് പോലും എടുത്തിട്ടില്ല. ഇതെല്ലാവരും മറന്നിരുന്ന സംഭവമാണ്. ഇവരായിട്ട് വന്നിട്ട് എരുതിയിൽ എണ്ണ ഒഴിച്ചപ്പോ എന്താണ്, ഇതിപ്പോ ആളിപ്പടർന്നു തുടങ്ങി. ഇനിയിപ്പം ഇത് നിൽക്കുന്നത് തോന്നുന്നുണ്ടോ? ഇത് വെളിയിൽ വന്നു കഴിഞ്ഞാലും ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്. ഇവർക്ക് ഏത് നെഗറ്റീവിലാണോ ഇവരെല്ലാം വെളിയിൽ പോയത്, അതിനേക്കാൾ ഡബിൾ ത്രിബിൾ നെഗറ്റീവ് ആയില്ലേ? നെഗറ്റീവൊക്കെ അങ്ങ് മേളിലായില്ലേ? അപ്പം അതിന് കാരണം ഇവർ തന്നെയാണ്. അപ്പോൾ ഈ വഴക്ക് നടന്നു കഴിഞ്ഞതിന് ശേഷം ബിൻസിയും ഈ പറയുന്ന അനുമോളും കൂടെ സംസാരിക്കുന്നുണ്ട്. അവിടെയാണ് ടേണിംഗ് പോയിന്റ്. അപ്പാനി കളിച്ച ഒരു കളി എന്ന് വെച്ചാൽ അപ്പാനി ഇതിനു മുമ്പ് അനുമോളോട് പോയി നേരെ സറണ്ടർ ആയിരുന്നു. ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ച് നീ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്, അത് ഞാൻ ഒരുപാട് ദോഷം ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അനുമോളുടേതായ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നി, ഞാനത് തെറ്റാണെന്ന് പറഞ്ഞല്ലോ, ഞാനത് തെറ്റ് സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് എനിക്കത് ആലോചിച്ചപ്പോൾ എനിക്ക് എന്തോ തെറ്റായിട്ട് തോന്നി എന്നും പറഞ്ഞിരുന്നു. ഈ അപ്പാനി തന്നെ ന്യായീകരിക്കുന്നുണ്ടായിരുന്നു. അത് അനുമോൾ കൃത്യമായിട്ട് ബിൻസിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഞാനല്ല പുറകെ പോയത്, ബിൻസിയാണ് എന്റെ പുറകെ വന്നത്. ഞങ്ങളും അക്ബറും ഞാനും ഒക്കെ ഇത് സംസാരിക്കും. അപ്പോഴും കൂടുതൽ ഞങ്ങളോട് കമ്പനി കൂടാൻ വന്നുകൊണ്ടിരുന്നത് ഈ ബിൻസി ആയിരുന്നു. ഞങ്ങൾ ബിൻസിയെ ഇങ്ങോട്ട് ഞങ്ങൾ ആരും വിളിച്ചിട്ടില്ല. ബിൻസിയാണ് തള്ളി ഞങ്ങളുടെ കൂടെ, എന്റെ കൂടെ ആണെങ്കിലും കയറി സംസാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. അല്ലാതെ ഞാനായിട്ടൊന്നുമല്ല, ബിൻസി ആയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്നുള്ള രീതിയിൽ അവിടെ അനുമോളെ പറഞ്ഞ് ബോധിപ്പിച്ചായിരുന്നു. എന്തായാലും ഈ വഴക്ക് കഴിഞ്ഞപ്പോൾ ബിൻസിയോട് കൃത്യമായിട്ട് അനുമോള് പറഞ്ഞു കൊടുത്തു, എന്നോട് അപ്പാനി ഇങ്ങനെ തന്നെ പറഞ്ഞതെന്ന്. അതിനുശേഷം നമ്മളെല്ലാം എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണും. ബിൻസി പോയിട്ട് അപ്പാനിയോട് ചോദിക്കുന്നത്. അപ്പോൾ അപ്പാനി അവിടെ ഉരുണ്ട് കളിക്കുന്നുണ്ട്. നീ ഏത് ടോണിലാണ് അത് പറഞ്ഞത്, നീ ചിരിച്ചുകൊണ്ടാണോ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ബിൻസിക്ക് ഒരു കാര്യം സ്ട്രൈക്ക് ആവുന്നുണ്ട്. ഇവൻ കള്ളത്തരം പറയും. അപ്പൊ ബിൻസി വെളി വന്നിട്ട് ഷോയൊന്നും കാണാതൊന്നും അല്ല അകത്തോട്ട് പോയിരിക്കുന്നത്. അവിടെയാണ് എനിക്ക് സ്ട്രൈക്ക് ചെയ്തത്. ഷോയും വീഡിയോസും എല്ലാം കണ്ടിട്ട് തന്നെയാണ് അകത്ത് പോയിരിക്കുന്നത്. കാരണം ബിൻസിക്ക് മനസ്സിലായി അപ്പാനി കള്ളത്തരം പറയും എന്നുള്ളത്. അതിനുശേഷം ബിൻസി പറയുന്നുണ്ട്, അപ്പാനി നിനക്ക് ബിൻസിയെ കുറിച്ച് അറിയത്തില്ല, ഞാനിത് പോയി നോക്കും, അല്ലെങ്കിൽ ഞാൻ വെളിയിൽ വരുമ്പോൾ ഞാൻ ഇതിന്റെ തെളിവുകൾ തരാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അക്ബർ അവിടെ പറയുന്നുണ്ട്, ഓ ഇത് ചീപ്പാണ്, മിണ്ടായിരിക്കും എന്ന്. കുറച്ചു മുന്നേ അനുമോളെ കോർണർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവന്റെ വായിൽ എന്തോ പഴമായിരുന്നു. അനുമോളെ ഇവിടെ എല്ലാരും കൂടെ കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ
അക്ബറും അവിടെ ഇരുന്നുകൊണ്ട് അനുമോളെ കോർണർ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ബിൻസി ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക്, അപ്പാനിയോട് സംസാരിച്ചപ്പോഴത്തേക്ക് അക്ബർ അവിടെ വന്ന് തടയിട്ട കണ്ടില്ലേ, എന്ത് നല്ല നീറ്റ് ആയിട്ടാണെന്ന്. ഓ, അതൊന്നും ഇനി ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ അതാണ് ഇതാണ്, ഇനി അത് വേണ്ട വിട്ടേരെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടല്ലോ. അക്ബറിന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. അക്ബറിന്റെ ക്യാരക്ടർ ഇത് തന്നെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ? അനുമോളെ ആർക്കും എന്തും പറയാം, ഞങ്ങൾ ആരും ഒന്നും പറയത്തില്ല, പക്ഷെ ഞങ്ങളും പറയും. പക്ഷെ മറ്റുള്ളവരെ, എന്റെ കൂട്ടുകാരെയോ എന്റെ കൂടെ നിൽക്കുന്നവരെ ആരും വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ. അതുപോലെ തന്നെ ആദില, അയ്യോ, ഇതുപോലൊരു തങ്കക്കുടത്തിനെ ബിഗ് ബോസിന് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യം. ഇതിന്റെ മറ്റൊരു കാര്യമുണ്ട്, ഈ ആദില നൂറ ബിഗ് ബോസിൽ വന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടായി. ഇവർ ഈ വെളിയിൽ കിടന്നുള്ള തള്ളായിരുന്നല്ലോ, വീട്ടുകാർ അത് ചെയ്ത് തന്നെ ഇത് ചെയ്തു, നാട്ടുകാർ ശ്രദ്ധിക്കുന്നില്ല, ഞങ്ങളെ ആർക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയിരുന്നു. നമ്മളെല്ലാരും കണ്ടതാണ്. എല്ലാവർക്കും ഒരു സിമ്പതി വരെ മനസ്സിൽ വന്നതാണ് ഇവരെ കുറിച്ച്. പക്ഷെ ഇപ്പോൾ ആ സിമ്പതി വർക്കൗട്ട് ചെയ്തവർ വരെ, സിമ്പതിയായിട്ട് വീഡിയോ ചെയ്തവർ വരെ, അല്ല അങ്ങനെ കണ്ടവർ വരെ ഇപ്പൊ മാറ്റി പറഞ്ഞു തുടങ്ങി. ഇതിപ്പോൾ വീട്ടിൽ മാത്രമല്ല, ലക്ഷ്മി പറഞ്ഞത് വീട്ടിൽ കയറ്റത്തില്ലെന്നാ ഇപ്പൊ എല്ലാരും പറയുന്നത്. കമന്റ് ബോക്സ് ഒക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം, പലരുടെയും കമന്റ്. ഓക്കെ, അതിലൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുടെ ഒക്കെ വീഡിയോസ് ഒക്കെ പോയി കാണുക, അല്ലെങ്കിൽ അവരുടെ കമന്റ് ബോക്സിലേക്ക് നോക്കുക. നമുക്ക് ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, അതിനകത്ത് പറയുന്നുണ്ട് ഇവരെ വീട്ടിൽ മാത്രമല്ല പരിസരത്ത് പോലും കയറ്റാൻ കൊള്ളത്തില്ല. സത്യമല്ലേ? അവരുടെ കയ്യിലിരിപ്പ് അതാണ്. അപ്പപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവം. അനുമോളുടെ കൂടെ ചേർന്നുകൊണ്ട് അനുമോളെ ഒരു നല്ലൊരു ഫ്രണ്ടാണെന്ന് ധരിപ്പിച്ച് അനുമോളോടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്ത് ഈ ശൈത്യ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി ശൈത്യ ഔട്ടായപ്പോൾ ഇവര് ചെയ്തു. അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ ത്രിബിൾ കട്ടപ്പാസ്, ത്രീമെൻ ആർമി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ ത്രിബിൾ കട്ടപ്പാസ് ആണ് ഇവര് മൂന്ന് പേരും. ആദില, നൂറ, അതുപോലെ തന്നെ ശൈത്യ. അനുമോള് ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് ആണെന്ന് പറയുന്ന ഈ ആദില അനുമോളോട് പോയിട്ട് ഫ്രണ്ട്ഷിപ്പ് കൂടിയിട്ട് അനുമോളുടെ കയ്യിലുള്ളതെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി പോയിട്ട് അത് അനുമോൾക്കെതിരെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അനുമോൾക്കെതിരെ പ്രയോഗിക്കുകയും അനുമോളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി അത് പ്രയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ആദില. പലതവണ, ഒരു തവണയല്ല പലതവണ. അപ്പൊ നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അനുമോൾക്ക് എന്താണ് മനസ്സിലാകാത്തത്, അനുമോൾ എന്തിനാണ് പിന്നെയും ഇവരുടെ കൂട്ടുകൂടുന്നതെന്ന്. ശരിയല്ലേ? അനുമോൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം, ഈ ലാസ്റ്റ് ഒക്കെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങിയപ്പോൾ അവിടെ പിന്നെ ആദിലയും നൂറയും മാത്രമേ ഉള്ളൂ ലേഡീസ് ആയിട്ട്, വേറെ ആരുമില്ല അനുമോളോട് സംസാരിക്കാൻ. അനുമോൾക്ക് അക്ബറിനോട് സംസാരിക്കാൻ പറ്റത്തില്ല. അക്ബറോട് സംസാരിച്ചാൽ വഴക്ക് നടക്കും, അക്ബർ കോമഡി പാട്ടുണ്ടാക്കും, അക്ബർ നേരെ കുത്തും, ഇവര് പുറകിൽ നിന്ന് കുത്തും, അക്ബർ നേരെ നിന്ന് കുത്തും. അതുപോലെ നെവിൻ, ഇവരോടൊന്നും അനുമോൾക്ക് ശരിക്കും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ എന്തായാലും ഇവരെന്നെ ചതിക്കുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവിടെ ഒരു പെണ്ണിന്റെ ഗതികേടാണ്, ഇവരോട് സംസാരിച്ചേ പറ്റൂ എന്തെങ്കിലും. പക്ഷെ ആ സമയത്തും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു ഇതിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിരിക്കാം. പക്ഷെ അതുപോലും അനുമോൾ അവിടെ അങ്ങനെയുള്ള രഹസ്യങ്ങൾ ആദിലയും നൂറയും തന്നെ അനുമോളോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതുപോലും എടുത്തിട്ട് അവർക്കെതിരെ ഇതുവരെയും കോർണർ ചെയ്തിട്ടില്ല. അവരെ മാത്രമല്ല ഒരാളെയും. അതൊരു ക്വാളിറ്റി തന്നെയാണ്. പക്ഷെ അവരെന്താണ് ചെയ്തത്? ഇപ്പോഴും ചെയ്തത് എന്താണ്? ഇന്നത്തെ ആ വഴക്കിലും ചെയ്തത് എന്താണ്? ആദില എന്തൊക്കെയാണ് അനുമോളെ പറഞ്ഞത്? നിമിഷം നേരം കൊണ്ട് കാലുവാരിയില്ലേ? ശൈത്യ വന്ന് കയറി, ശൈത്യ വന്ന് 2 ഡയലോഗ് അടിച്ചപ്പം 4 തുണിയും കൊടുത്തപ്പോഴത്തേക്ക് ശൈത്യയുടെ കൂടെ ആയില്ലേ? ശൈത്യയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 3 തുണിയും ശൈത്യയുടെ ഡയലോഗും കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു. ഇവരെല്ലാരും കൂടെ വന്ന് അനുമോളെ കോർണർ ചെയ്യുന്ന കണ്ടപ്പോൾ അനുമോൾക്ക് വെളിയിൽ പക്കാ നെഗറ്റീവ് ആണെന്ന് ഇവരങ്ങ് സ്ഥാപിച്ചു. ഇവര് കളിച്ച കളിയിൽ, ഈ വെളിയിൽ നിന്ന് വന്നവർ കളിച്ച കളിയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോസ് ആയത് ആരാണ്? ആദിലയും നൂറയുമാണ്. വിശ്വസിക്കാൻ കൊള്ളില്ല, കൂടെ കൂട്ടാൻ കൊള്ളില്ല, അടുപ്പിക്കാൻ പോലും കൊള്ളില്ല എന്ന് മനസ്സിലാക്കി തന്നില്ലേ പലർക്കും? ഇവരെ എങ്ങനെ അടുപ്പിക്കും? ഇവരോട് എങ്ങനെ ഒരു കാര്യം പറയും? ഇവരെ എങ്ങനെ കൂടെ നിർത്തും? ഒരിക്കലും പറ്റത്തില്ല. ഇവര് സമയമാകുമ്പോൾ എതിരെ നിൽക്കുന്ന ആൾക്കാരെ നമ്മളെ ഇട്ടുകൊടുക്കും. നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെയാണോ? ആ കാര്യത്തിൽ അക്ബർ ഫ്രണ്ട്ഷിപ്പ് കാണിക്കുന്നുണ്ടല്ലോ. അക്ബർ കൃത്യമായിട്ട് അക്ബറിന്റെ ഫ്രണ്ട്സ് ലിസ്റ്റിലുള്ള ആരും കോർണർ ചെയ്താൽ അക്ബർ തീർച്ചയായിട്ടും, അവർ നെഗറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവ് ആയിക്കോട്ടെ, അക്ബർ അതിനെ തടുക്കും, അവർ കൂടെ നിൽക്കും. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇവിടെ ഇട്ടുകൊടുക്കും. അനുമോള്, പ്രത്യേകിച്ച് അനുമോളാണെങ്കിൽ ഈ പറയുന്നവരെല്ലാം അനുമോളോട് വന്ന് ഫേക്കായിട്ട് കൂട്ടുകൂടിയവരെല്ലാം സമയമാകുമ്പോൾ അനുമോളെ ഇട്ടുകൊടുക്കും. അനുമോള് വിശ്വസിച്ചത് ആദിലയും നൂറയും ശരിക്കും വിശ്വസിച്ചു. മനസ്സുകൊണ്ട് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ആഗ്രഹിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇവരെന്നെ ചതിക്കില്ലാത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാം ഈ ആദിലയും നൂറയും ശരിക്കും കട്ടപ്പയായത്. അവിടെ എല്ലാം ആദിലയും നൂറയും കട്ടപ്പയായി എന്നുള്ളതാണ്. ശൈത്യം കൂടെ വന്നപ്പോൾ ആ കോറം അങ്ങ് പൂർത്തിയായി. ഇനി വരാനുണ്ട് ബിന്നി. ഇനി വരുന്നതിൽ എനിക്ക് തോന്നുന്നു ബിന്നിയേ ഉള്ളൂ ഇനി ഈ ഒരു രീതിയിലേക്ക് വരാൻ പോകുന്നത്. പിന്നെ വരാനുള്ളത് ലക്ഷ്മിയാണ്. ലക്ഷ്മി വന്നാൽ ശരിക്കും ഒരു ഗെയിം കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു.
ലക്ഷ്മിയുടെ നിലപാട് വെളിയിലും ഉറച്ചു തന്നെ നിൽപ്പുണ്ട്. ആ നിലപാടായിരുന്നു നിലപാട്. എന്തായാലും അനുമോൾക്ക് കപ്പ് കൊടുക്കാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും ബോസണ്ണന്റെ ഒപ്പം നിന്നുകൊണ്ട് ഇവിടുത്തെ പഴയ കണ്ടസ്റ്റൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സംശയം തോന്നിയായിരുന്നു? ഈ പറയുന്ന അനീഷിനെ കുറിച്ച് രണ്ട് വാക്കൊന്ന് പറയട്ടെ. നിങ്ങൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇഷ്ടം പറയുന്നതിന് മുമ്പ് അനുമോളോട് ഈ അനീഷ് ഇഷ്ടം പറയുന്നതിന് മുമ്പ് അനുമോളെ എത്രമാത്രം കെയർ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഈ അനീഷ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പോൾ അതുപോലെ തന്നെ വെളിയിൽ നിന്ന് വന്ന പലരും ഈ പറഞ്ഞ അനുമോളെ കോർണർ ചെയ്യുന്നുണ്ടല്ലോ. അനീഷ് ഒരു വാക്ക് മിണ്ടിയോ? അപ്പൊ അനീഷും അവിടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമാണ് അനുമോളെ സപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ അനീഷ് നന്മമാരെ ആയിക്കൊണ്ട് എല്ലാവരും വരുമെന്ന് എനിക്കറിയാം. പക്ഷേ അനീഷ് കാണിച്ചത് ശരിയാണോ? അനീഷും കാണിച്ചത് ഇത് തന്നെയല്ലേ? പിന്നിൽ നിന്ന് കുത്തോ കട്ടപ്പോ ഇതൊന്നും അല്ല ഞാൻ പറയുന്നത്. കാര്യസാധ്യത്തിന് വേണ്ടി അനുമോളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി അല്ലേ അവിടെ അതിന് അവിടെ അനുമോളെ സപ്പോർട്ട് ചെയ്തതും പലരുമായിട്ടും അനുമോൾക്ക് വേണ്ടി വാദിക്കുകയൊക്കെ ചെയ്തത്. ഇപ്പൊ എന്തുകൊണ്ട് വാദിക്കുന്നില്ല? ഇപ്പൊ എന്തുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? അല്ലെങ്കിൽ നിങ്ങൾ ഈ വിഷയം വിടും, ഇപ്പൊ ഇവിടെ സംസാരിക്കേണ്ടെന്ന് പറയുന്നില്ല? ഒന്നും ചെയ്യുന്നില്ലല്ലോ. അതുപോലെ ഷാനവാസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും വലിയ വിറ്റ്. ബിഗ് ബോസ് സീസൺ 7 നല്ലൊരു ഹൈപ്പിൽ വന്നൊരു വ്യക്തി. ഞാൻ വിചാരിച്ചത് 3-ലെങ്കിലും വരുമെന്നാണ്. ഇനി 3-ൽ വരുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. ബെസ്റ്റ് ഓഫ് 3-ൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇനി അതിലും വരുമോ എന്ന് എനിക്ക് സംശയമാണ്. എന്തായാലും നിങ്ങൾ എല്ലാവരും കാണുന്നതാണ്. ബിൻസി ആണെങ്കിൽ ആ ഷാനവാസിനെയും കൂടെ ചേർത്താണ് അനുമോളുടെ വിഷയത്തിൽ സംസാരിക്കുന്നത്. അവിടെ കയ്യും കെട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അങ്ങോട്ട് പോകുന്നു. അതിനെപ്പറ്റി വേണമെങ്കിൽ വെളിയിൽ നിന്ന് വേണമെങ്കിൽ തള്ളാം കേട്ടോ. ഇപ്പൊ ലാസ്റ്റ് ദിവസമൊക്കെ അല്ലയോ, ഇനി ഒരു വിഷയം ഒന്നും ഉണ്ടാക്കണ്ട, ആരുമായിട്ടൊരു വിഷയം വേണ്ടെന്ന് പറഞ്ഞ വേണ്ടാന്ന് വിചാരിച്ച് ഷാനവാസ് മാസ് കാണിച്ചാന്നൊക്കെ പറയാം. ഒന്നുമല്ല, ഷാനവാസിന് എന്തോ പേടിയുണ്ട്. ഷാനവാസും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ അതിനെ എന്താണ് താൻ കണ്ടത്, അല്ലെങ്കിൽ താൻ എന്താണ് പറഞ്ഞത് എന്നുള്ളത് അവിടെ പറയാനുള്ള ഗട്സ് വേണം. അതില്ലാതായിപ്പോയി. അതുപോലെ തന്നെ ഈ വൈൽഡ് കാർഡ് കയറിയതിൽ പിന്നെ ഈ പറഞ്ഞ ഷാനവാസിനെ സ്ക്രീനിൽ പോലും കാണാനില്ല. വല്ലപ്പോഴും കണ്ടാലായി, അത്രേ ഉള്ളൂ. വേണമെങ്കിലും പോയി ഒളിഞ്ഞു മാറിയിരിക്കുന്ന പോലൊക്കെ ആരെയൊക്കെയോ പേടിക്കുന്നതൊക്കെ പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെയാണ് അനീഷിന്റെ ഗെയിം. ഞാൻ നേരത്തെ പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ. അനുമോളുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി മാത്രമാണ് അവിടെ അനുമോളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്. ഇപ്പൊ അതിനെക്കുറിച്ച് അനുമോള് സംസാരിക്കുന്നില്ല. അനുമോള് പറഞ്ഞ എനിക്ക് താല്പര്യമില്ല ആ ഒരു കാര്യത്തിലെന്ന് പറഞ്ഞതിൽ പിന്നെ എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടുന്നുണ്ടോ? ആരെങ്കിലും കോർണർ ചെയ്യുമ്പോൾ എന്തെങ്കിലും പറയുന്നുണ്ടോ? നേരത്തെ എന്തുമായിരുന്നു? വെള്ളം കൊണ്ട് കൊടുക്കുന്നു, ആപ്പിൾ കൊണ്ട് കൊടുക്കുന്നു, മുന്തിരി കൊണ്ട് കൊടുക്കുന്നു, അവിടെ വരുന്ന മാതള നാരങ്ങ വരെ എടുത്തുകൊണ്ട് കൊടുക്കുന്നു. അനുമോൾ ഇവിടെ ഇരുന്നാൽ മതി, ഞാനെല്ലാം കൊണ്ടുവരാം. ആരെങ്കിലും അനുമോളെ കുറിച്ച് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കോർണറിങ് ഒക്കെ ആയിരുന്നു. അപ്പൊ എല്ലാവരും അനുമോളെ ഉപയോഗിച്ചത് അവരവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു. അനുമോളെ മാക്സിമം കുത്തി നോവിക്കാവുന്നിടത്തോളം എല്ലാവരും നോവിച്ചു. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേ അനുമോൾക്കെതിരെയുള്ള പണി തുടങ്ങിയതാണ് ഇവര്. അസൂയ, കുശുമ്പ് ഇതെല്ലാം അകത്തും ഉണ്ടായിരുന്നു. ഇപ്പൊ പുറത്തു വന്നപ്പോ അത് ഡബിൾ ആക്കി. ആരൊക്കെ ഇഞ്ചക്ട് ചെയ്ത് കയറ്റി വിട്ടതാണ്. പക്ഷെ അവരറിയുന്നില്ലല്ലോ ഇവരുടെയൊക്കെ ഭാവിയല്ലേ ആ പോകുന്നത്. ഇഞ്ചക്ട് ചെയ്യുന്നവർക്ക് ഇരുന്ന് ഇഞ്ചക്ട് ചെയ്യാം, അവർക്ക് വിഷയങ്ങളൊന്നുമില്ല, അവർക്കൊന്നും സംഭവിക്കാനും പോകുന്നില്ല. പക്ഷെ ഇത് അവിടെ പോയി ഈ ഇഞ്ചക്ട് ചെയ്ത സാധനം പ്രയോഗിക്കുമ്പോൾ നെഗറ്റീവ് ആകുന്നത് ജനങ്ങളുടെ മുന്നിൽ പിന്നെയും എക്സ്പോസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഈ പുറത്തായവർ തന്നെയാണല്ലോ. ഇത്രമാത്രം വിഡ്ഢികളാണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ലക്ഷ്മിയും ബിന്നിയും ആര്യനും ജിസേലും ഇനി കയറാനുണ്ട്, ഒനിയിലും കയറാനുണ്ട് അല്ലേ? ഒനിയിലും ഉണ്ട്. അപ്പൊ എന്തായാലും ഈ വരുന്നതിൽ ഒനിയിലും വലിയ പ്രശ്നക്കാരനാകാൻ സാധ്യതയില്ല. അതുപോലെ ലക്ഷ്മിയുടേതായ ഗെയിം ഉണ്ടാവും ലക്ഷ്മിയുടെ കയ്യിൽ. ലക്ഷ്മിയുടേതായ സ്റ്റാൻഡ് ഉള്ള ഒരാളാണ്. അത് നമ്മളിപ്പോൾ പുറത്തായെന്ന് പറഞ്ഞാലും ഒരു ക്വാളിറ്റിയുള്ള മത്സരാർത്ഥി എന്ന് നമുക്ക് പറയാം. ജിസയിലും വരുന്നുണ്ട്. ഇനി എന്താ സംഭവിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി അവരും എന്തെങ്കിലും പേഴ്സണലായിട്ട് എടുത്ത് വെച്ചിട്ട് ഇനി അക്ബറിന്റെ കൂടെ ഒക്കെ ചേരുമ്പോഴത്തേക്ക് പഴയ ഒരു ഗ്യാങ് കൂടുമ്പോൾ വേണമെങ്കിൽ അനുമോൾക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാകാം. എല്ലാവർക്കും ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഈ പറയുന്ന. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വന്നവരുടെ എല്ലാം മനസ്സിൽ മറ്റൊരു തന്ത്രമുണ്ട്. അക്ബറിന് കപ്പ് കൊടുക്കുക. അവരാരും അക്ബറിനെ നല്ലതായിട്ടല്ലയോ പറയുന്നത്? അക്ബർ കളിച്ച കളിയാണ് കളി. കുത്തിത്തിരിപ്പ് ഇതൊക്കെയായിരുന്നു അവിടെ വേണ്ടത്. എന്ന് വെച്ചാൽ കൂടെ ഇരുന്ന് ബീൻ ബാഗിൽ ഇരുന്ന് ചുമ്മാ സംസാരിച്ചുകൊണ്ടിരുന്ന് ആരെങ്കിലും ഒക്കെ പുറത്താക്കിക്കൊണ്ടിരുന്നാൽ മതി. ബിഗ് ബോസിൽ വോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ അക്ബർ വലിയ എന്തോ ഒരു ഗെയിമറാണ് എന്ന് അവിടെ വരുത്തി തീർത്ത് അക്ബറിനൊരു കപ്പ്. അതിനി ഈ ഷോ ഡയറക്ടർ ഇനി പറഞ്ഞു വല്ലതും വിട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല കേട്ടോ. അതൊക്കെ ചെയ്ത് കളയും. എന്താന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ബിഗ് ബോസിനെ കുറിച്ച് കേൾക്കുന്നതൊക്കെ ഈ പറയുന്ന ശൈത്യ വരെ അവിടെ ഉള്ള ഒരു എഡിറ്ററിന് എങ്ങാണ്ട് ഒരു കമ്പനി ആയിരുന്നെന്നോ 5 ലക്ഷം കൊടുത്തെന്നോ 10 ലക്ഷം കൊടുത്തെന്നോ ഒക്കെ കേൾക്കുന്നു. ഈ പറയുന്ന എഡിറ്റ് ചെയ്ത് നല്ല കാര്യങ്ങൾ മാത്രം വെളിയിലോട്ടൊക്കെ വിടാൻ. പിന്നെ എഡിറ്റർ നോക്കിയപ്പോൾ അവിടെ നല്ല കാര്യമൊന്നും വെളിയിൽ വിടാനില്ല, ഇതൊക്കെ ഉള്ളൂ. അതെല്ലാം എടുത്ത് വെളിയിൽ വിട്ടു. അപ്പൊ ബിഗ് ബോസും ഇതിനകത്ത് നല്ലൊരു കളി കളിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയുന്നത് ആദില നൂറയും കൺസ്ട്രക്ഷൻ റൂമിൽ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ തിരിച്ചു വന്നത്. അവിടെ എന്താ നടന്നത് നമ്മൾ അറിഞ്ഞില്ല. അതുപോലെ തന്നെ അക്ബറിന്റെ വീട്ടിൽ നിന്ന് അക്ബറിന്റെ ഉമ്മ ഫോൺ ചെയ്യുന്നു.
ആദ്യമൊക്കെ. അതുപോലെ തന്നെ അക്ബറിനെ ദിവസവും 2 നേരം ഓയിൽമെന്റ് പുരട്ടാൻ അകത്തോട്ട് വിളിക്കുന്നു. ഇതൊക്കെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇതെന്തായാലും ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും ഫൈനൽ കഴിയുമ്പോൾ. അത് 100% ഉറപ്പായ കാര്യം തന്നെയാണ്. ബിഗ് ബോസിന്റെ ട്രസ്റ്റ് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു ഫൈനൽ തന്നെയായിരിക്കും ഇപ്രാവശ്യം വരുന്നത്. അക്ബർ എപ്പോഴാണ് വെവിക്റ്റ് ആവുന്നത് മാത്രം നോക്കിയാൽ മതി നമ്മൾ. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.